അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹാബത്തിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഫുറൂഉൽ ഫിഖ്ഹിൽ നിന്നുള്ള ഈ ക്ലാസ്സുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ പഠിതാക്കളെ, ശ്രോതാക്കളെ, നമ്മൾ ഫുറൂഉൽ ഫിഖ്ഹിൽ അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി നമസ്കാരത്തിൻ്റെ റുക്നുകൾ പറഞ്ഞതിനെക്കുറിച്ചാണ് ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായത്. ഇനി അദ്ദേഹം നമസ്കാരത്തിൻ്റെ വാജിബുകളെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്ക് അസ്സാലീസു അൽ വാജിബാത്തു തിസ്അത്തുൻ എന്നാണ്. ഇവിടെ അസ്സാലിസ് എന്ന് പറഞ്ഞാൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട് അൽ അവ്വലു അഷുറൂത്ത്, ഒന്നാമത്തേത് നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ പറഞ്ഞു. അസാനി അൽ അർഖാൻ, രണ്ടാമത്തേത് റുക്നുകൾ പറഞ്ഞു. ഇനി മൂന്നാമത്തേത് അസ്സാലിസു അൽ വാജിബാത്ത്, നമസ്കാരത്തിൻ്റെ വാജിബുകളാണ്. അത് തിസ്അത്തുൻ, ഒൻപതെണ്ണമാകുന്നു എന്നാണ്. 9 വാജിബുകളെക്കുറിച്ചാണ് ഇനി അദ്ദേഹം പറയുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ വാജിബുകൾ പഠിക്കാം. വാജിബുകൾ റുക്നുകളിൽ നിന്ന് വേർതിരിയുന്നത്, റുക്നുകൾ ഒരവസ്ഥയിലും നഷ്ടപ്പെടാവതല്ല. മറന്നോ ബോധപൂർവമോ അജ്ഞമായോ ഒന്നും നഷ്ടപ്പെടാവതല്ല. റുക്നുകളെ എത്തിക്കുക തന്നെ വേണം. എന്നാൽ വാജിബുകൾ ഒരാൾ ബോധപൂർവം ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാകും. എന്നാൽ അറിയാതെയോ മറന്നോ ആണ് എങ്കിൽ നമസ്കാരം സാധുവാകും. പക്ഷേ സഹ്വിൻ്റെ സുജൂദ് കൊണ്ട് ഈ നഷ്ടപ്പെട്ടത് പരിഹരിക്കണം. റുക്നുകളെക്കുറിച്ച് ഫുഖഹാക്കൾ പറയും, മാലാ യസ്ഖുതു ജഹ്ലൻ വല അംദൻ വല സഹ്വൻ, ഒരവസ്ഥയിലും അത് പോകാൻ പാടുള്ളതല്ല. അത് ജഹ്ലൻ, അറിവില്ലായ്മ നിമിത്തമോ, വല അംദൻ, ബോധപൂർവമോ, വല സഹ്വൻ, മറന്നുകൊണ്ടോ, ഒരവസ്ഥയിലും അത് പോകാവതല്ല. ഇനി മറന്ന് അല്ലെങ്കിൽ അറിയാതെ നഷ്ടപ്പെട്ടാൽ തന്നെ അതെന്ത് ചെയ്യണം? വീണ്ടെടുക്കുക തന്നെ വേണം. സഹ്വിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാവതല്ല. അതാണ് നമ്മൾ പറഞ്ഞ ഈ 12 റുക്നുകളുടെ വിഷയം. വാജിബാത്തുകൾ അങ്ങനെയല്ല. വാജിബാത്തുകൾ ഒരാൾ ബോധപൂർവം ഈ പറയപ്പെടുന്ന വാജിബുകൾ ഒഴിവാക്കിയാൽ അയാളുടെ നമസ്കാരം ബാത്തിലാകും. എന്നാൽ അറിവില്ലായ്മ നിമിത്തമോ മറന്നോ ആണ് എങ്കിൽ അത് വീണ്ടും എടുക്കേണ്ടതില്ല, ചെയ്യേണ്ടതില്ല. പക്ഷേ അവസാനം നമസ്കാരത്തിനൊടുവിൽ സഹ്വിൻ്റെ സുജൂദ് കൊണ്ട് അത് പരിഹരിക്കപ്പെടും. ഇതാണ് വാജിബുകൾ. ഈ വാജിബുകൾ ഗ്രന്ഥകാരൻ 9 പറയുകയുണ്ടായത്. ആ 9 അദ്ദേഹം 1ഉം 2ഉം എണ്ണുന്നത് അത്തസ്ബീഹു ഫിർ റുകൂഇ വസ്സുജൂദി, റുകൂഇലെ തസ്ബീഹ്, സുജൂദിലെ തസ്ബീഹ്. അത്തസ്ബീഹു ഫിർ റുകൂഇൽ തസ്ബീഹ് നിർവഹിക്കൽ. അതേപോലെ വസ്സുജൂദ്, സുജൂദിലും. ഹുദൈഫയിൽ നിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യഖൂലു ഫി റുകൂഇഹി സുബ്ഹാന റബ്ബിയൽ അദീം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വ അമ്മർ റുകൂഉ ഫഅദ്ദിമു ഫീഹി റബ്ബ് അസ്സ വജൽ, നിങ്ങൾ റുകൂഇൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ തഅദീം ചെയ്യുക. ആ തഅദീം ചെയ്യൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച് കാണിച്ചത് സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ചൊല്ലിക്കൊണ്ടാണ്, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അദീം വ ബിഹംദിഹി എന്ന് ചൊല്ലിക്കൊണ്ടാണ്. അപ്പോൾ റുകൂഇൽ തസ്ബീഹ് നിർവഹിക്കൽ അത് വാജിബാണ്. അതുപോലെ സുജൂദിൽ തസ്ബീഹ് നിർവഹിക്കൽ വാജിബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമ്മ സജദ, സുജൂദ് ചെയ്ത്, ഫഖാല സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല ചൊല്ലി എന്നാണ്. തസ്ബീഹിൻ്റെ വേറെയും പ്രയോഗങ്ങൾ കാണാം.
അപ്പോൾ തസ്ബീഹ് നിർവഹിക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ വാജിബുകളിൽപ്പെട്ടതാണ് സുജൂദിൽ. അടുത്ത വാജിബായി ഗ്രന്ഥകാരൻ പറയുന്നത് വഖൗലു സമിഅ അല്ലാഹു ലിമൻ ഹമീദ വ റബ്ബന വലക്കൽ ഹംദ്. വഖൗൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന വാക്ക് അത് വാജിബാണ്. റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് നിവർന്നു നിൽക്കാൻ തല ഉയർത്തുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയൽ വാജിബാണ്. അതിനെ തുടർന്ന് റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയലും. അപ്പോൾ റുക്കൂഇൽ നിന്ന് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് തല ഉയർത്തുക, എന്നിട്ട് നിവർന്നു നിന്നതിന് ശേഷം റബ്ബന വലക്കൽ ഹംദ് പറയുക. ഇവിടെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയൽ മുൻഫരിദായി തനിച്ച് നമസ്കരിക്കുന്നവനും പിന്നെ ജമാഅത്തായ നമസ്കാരത്തിൽ ഇമാമുമാണ്. മഅ്മൂം സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറയാതെ ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറയുമ്പോൾ റബ്ബന വലക്കൽ ഹംദ് പറയുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഇമാമും മഅ്മൂമും മുൻഫരിദും എല്ലാവരും സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറയണം, അതിനുശേഷം റബ്ബന വലക്കൽ ഹംദ് പറയണം എന്ന അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുമുണ്ട്. ശരിയോടടുത്തത് ഇമാമും മഅ്മൂമും മുൻഫരിദും, തനിച്ച് നമസ്കരിക്കുന്നവനും മഅ്മൂമായി നമസ്കരിക്കുന്നവനും ഇമാമായി നമസ്കരിക്കുന്നവരും എല്ലാവരും സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുക, അതിനെ തുടർന്ന് നിന്നതിന് ശേഷം റബ്ബന വലക്കൽ ഹംദ് പറയുക എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാണ് റുക്കൂഇലും തല ഉയർത്തിയത്, എന്നിട്ട് നിവർന്ന് നിന്ന് റബ്ബന വലക്കൽ ഹംദ് പറഞ്ഞത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, ഇമാമിനെ നിശ്ചയിച്ചത് ഇമാമിനെ പിന്തുടരാനാണ്. അപ്പോൾ ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറയും, അപ്പോൾ മഅ്മൂമിങ്ങളും സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറയുക എന്നുള്ളതാണ്. ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞതിന് ശേഷമേ മഅ്മൂം റബ്ബന ലക്കൽ ഹംദ് പറയാവൂ. ഇമാമിനെ മുൻകടക്കാവതല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമീദ, സമിഅ അല്ലാഹു ലിമൻ ഹമീദ എന്ന് ഇമാം പറഞ്ഞാൽ ഫഖൂലു റബ്ബന വലക്കൽ ഹംദ്, അപ്പോഴാണ് നിങ്ങൾ റബ്ബന വലക്കൽ ഹംദ് പറയേണ്ടത്, അപ്പോൾ നിങ്ങൾ പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമീദ പറഞ്ഞ് പിന്നെ റബ്ബന വലക്കൽ ഹംദ് പറയുക. ഇത് രണ്ടും നമസ്കാരത്തിൻ്റെ വാജിബുകളാണ്. പിന്നീട് അടുത്ത വാജിബ് വത്തക്ബീറു ഗൈറ തക്ബീറത്തിൽ ഇഹ്റാം. ഗ്രന്ഥകാരൻ പറയുന്നു തക്ബീർ വാജിബാകുന്നു. ഏത് തക്ബീർ? ഗൈറ തക്ബീറത്തിൽ ഇഹ്റാം, തക്ബീറത്തിൽ ഇഹ്റാം അല്ലാതെയുള്ള ഒഴികെയുള്ള തക്ബീർ എന്ന് പറഞ്ഞാൽ തക്ബീറാത്തുൽ ഇന്തിഖാൽ എന്ന് പറയുന്ന തക്ബീറുകൾ. തക്ബീറാത്തുൽ ഇന്തിഖാൽ എന്താ? തക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ പറഞ്ഞു നമസ്കാരത്തിൻ്റെ തുടക്കത്തിൽ ഉള്ള തക്ബീർ. എന്നാൽ ഒരാൾ റുക്കൂഇലേക്ക് പോകുമ്പോഴുള്ള തക്ബീർ, സുജൂദിലേക്ക് പോകുമ്പോഴുള്ള തക്ബീർ, സുജൂദിൽ തല ഉയർത്തുമ്പോഴുള്ള തക്ബീർ, വീണ്ടും സുജൂദ് ചെയ്യുമ്പോഴുള്ള തക്ബീർ, വീണ്ടും സുജൂദിൽ തല ഉയർത്തുമ്പോഴുള്ള തക്ബീർ, ഈ തക്ബീറുകളൊക്കെ തക്ബീറാത്തുൽ ഇന്തിഖാൽ, ഇന്തിഖാലിൻ്റെ തക്ബീർ എന്നാണ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുന്നത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ ഇല സ്വലാത്തി യുകബ്ബിറു ഹീന യഖൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ തക്ബീർ ചൊല്ലുമായിരുന്നു. അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. പിന്നെ ഹദീസിൽ കാണാം സുമ്മ യുകബ്ബിറു ഹീന യർക, റുകൂ ചെയ്യുമ്പോൾ തക്ബീർ ചൊല്ലുമായിരുന്നു. സുമ്മ യഖൂലു സമിഅ അല്ലാഹു ലിമൻ ഹമിദ ഹീന യർഫഉ സുൽബഹു മിനർ റുകൂ, റുകൂയിൽ നിന്ന് തന്നെ മുതുക് ഉയർത്തുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറയുമായിരുന്നു. സുമ്മ യഖൂലു വഹുവ ഖായിം, പിന്നെ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും റബ്ബന ലക്കൽ ഹംദ്. സുമ്മ യുകബ്ബിറു ഹീന യഹ്വി, സുമ്മ യുകബ്ബിറു ഹീന യഹ്വി, പിന്നെ സുജൂദിലേക്ക് കുനിയുമ്പോൾ തക്ബീർ ചൊല്ലുമായിരുന്നു. സുമ്മ യുകബ്ബിറു ഹീന യർഫഉ റഅസഹു, സുജൂദിൽ തല ഉയർത്തുമ്പോൾ തക്ബീർ ചൊല്ലുമായിരുന്നു. സുമ്മ യുകബ്ബിറു ഹീന യസ്ജുദ്, പിന്നെ സുജൂദ് ചെയ്യുമ്പോൾ തക്ബീർ ചൊല്ലുമായിരുന്നു. സുമ്മ യുകബ്ബിറു ഹീന യർഫഉ റഅസഹു, തല ഉയർത്തുമ്പോൾ സുജൂദിൽ നിന്ന് തക്ബീർ ചൊല്ലുമായിരുന്നു. സുമ്മ യഫ്അലു ദാലിക ഫിസ്സലാത്തി കുല്ലിഹ, നമസ്കാരത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പ്രവർത്തിക്കുമായിരുന്നു. ഹത്താ യഖ്ദിയഹ, നമസ്കാരം അവസാനിപ്പിക്കുന്നത് വരെ.
വയുക്കബ്ബിറു ഹീന യഖൂമു മിന സിൻതൈനി ബഅദൽ ജുലൂസ്. 2 റക്അത്ത് നമസ്കരിച്ച് എഴുന്നേൽക്കുമ്പോൾ, അതായത് തശഹുദിന് വേണ്ടി, ഒന്നാമത്തെ തശഹുദിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്തും തക്ബീർ ചൊല്ലുമായിരുന്നു. അപ്പോൾ ഈ തക്ബീറുകളൊക്കെ തക്ബീറാത്തുൽ ഇന്തിഖാൽ എന്നാണ് പറയുക. ഒരു കർമ്മത്തിൽ നിന്ന് മറ്റൊരു കർമ്മത്തിലേക്ക് നീങ്ങുമ്പോഴുള്ള തക്ബീർ. ഇക്രിമ മൗല ഇബ്നു അബ്ബാസ് പറയുകയാണ്, സല്ലൈതു ഖൽഫ ഷൈഖിൻ ബി മക്ക, മക്കയിൽ ഞാനൊരു ഷെയ്ഖിൻ്റെ പിന്നിൽ നമസ്കരിച്ചു. ഫക്കബ്ബറ സിൻതൈനി വ ഇശ്രീന തക്ബീറ, അയാളുടെ നമസ്കാരത്തിൽ അയാൾ 22 തക്ബീർ ചൊല്ലി. എല്ലാ തക്ബീറുകളും കൂട്ടിയാൽ. ഫഖുൽതു ലി ഇബ്നു അബ്ബാസ്, ഞാൻ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു, ഇന്നഹു അഹ്മഖ്, അദ്ദേഹം ഒരു ബോഷ്കനാണ്, നന്നായി ഇങ്ങനെ ഇത്രയും തക്ബീർ ചൊല്ലിയത് കാരണത്താൽ. അപ്പോൾ ഇബ്നു അബ്ബാസ് കടുത്ത ഭാഷയിൽ അതിനോട് പ്രതികരിച്ചു, സകലത്ക ഉമ്മുക് സുന്നത്ത് അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താകുന്നു. അപ്പോൾ ഈ തക്ബീറാത്തുൽ ഇന്തിഖാൽ അത് നമസ്കാരത്തിൻ്റെ വാജിബുകളാണ്. ആ വാജിബുകൾ എത്തിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. പിന്നീട് ഗ്രന്ഥകാരൻ പറയുന്നത് അടുത്ത വാജിബ് തശഹുദുൽ അവ്വൽ, ഒന്നാമത്തെ തശഹുദ്. 4 റക്അത്തുള്ള നമസ്കാരം, 3 റക്അത്തുള്ള നമസ്കാരം, അതിലൊക്കെ ആദ്യത്തെ തശഹുദ്, 2 റക്അത്ത് നമസ്കരിച്ചിട്ടുള്ള തശഹുദ്, അത് വാജിബാണ്. വൽ ജുലൂസു ലഹു, ആ തശഹുദിന് വേണ്ടിയിട്ടുള്ള ഇരുത്തവും. അപ്പോൾ സുജൂദിൽ നിന്ന് രണ്ടാമത്തെ സുജൂദിൽ നിന്ന് തല ഉയർത്തിയിട്ട് ഇരിക്കുക എന്നുള്ളത് വാജിബാണ്. പിന്നെ ഈ തശഹുദ് അതിൽ നിർവഹിക്കുക എന്നുള്ളത് മറ്റൊരു വാജിബാണ്. തശഹുദുൽ അവലിൻ്റെ തെളിവ് നമ്മൾ മനസ്സിലാക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിലാണ്. അതിൽ അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നഖൂല ഇദാ ജലസ്നാ ഫി റക്അത്തൈനി, നമസ്കാരത്തിൽ 2 റക്അത്തുകളിൽ ഞങ്ങൾ ഇരുന്നാൽ ഞങ്ങൾ പറയേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു. അതെന്താണ്? അത്തഹിയ്യാതു ലില്ലാഹി വസ്സലവാതു വത്തയ്യിബാത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അപ്പോൾ അത് തശഹുദാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു സൂറത്ത് പഠിക്കുന്നത് പോലെ പ്രാധാന്യത്തിൽ, അതേപോലെ തന്നെ താല്പര്യത്തിൽ ഈ തശഹുദ് പഠിക്കുമായിരുന്നു എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പഠിപ്പിക്കുമായിരുന്നു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പഠിപ്പിക്കുമായിരുന്നു എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. തശഹുദിൻ്റെ പ്രാധാന്യം. ഈ തശഹുദ് ചൊല്ലൽ നിസ്കാരത്തിൻ്റെ വാജിബാണ്. ഇതേപോലെ ഈ തശഹുദിന് വേണ്ടിയിട്ടുള്ള ഇരുത്തവും നിസ്കാരത്തിൻ്റെ വാജിബാണ്. എന്തുകൊണ്ടാണ് അത് വാജിബാണെന്ന് പറയുന്നത്? വാജിബാണെന്ന് പറയുന്നത് റുക്നല്ല, വാജിബാണെന്ന് പറയുന്നത് റുക്നാണ് നഷ്ടപ്പെടുന്നത് എങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലാവും, ആ റുക്ന് ചെയ്തിട്ടില്ല എങ്കിൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഒന്നാമത്തെ തശഹുദും അതിനു വേണ്ടിയുള്ള ഇരുത്തവും നഷ്ടമായി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറന്നുപോയി. അങ്ങനെ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർത്തി. 2ാമത്തെ റക്അത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു, ഇരിക്കാതെ തശഹുദ് നിർവഹിക്കാതെ മറന്നുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് റുക്നായിരുന്നുവെങ്കിൽ അതിലേക്ക് മടങ്ങി ഇരിക്കേണ്ടിയിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തപ്പെട്ടിട്ടും നമസ്കാരം തുടർത്തി. എന്നിട്ട് നമസ്കാരത്തിനൊടുവിൽ സഹ്വിൻ്റെ 2 സുജൂദ് നിർവഹിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 2 സുജൂദുകൾ കൊണ്ട് ഈ മറന്നത് പരിഹരിക്കപ്പെടും. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് മടങ്ങി വന്നില്ല. ഇത് റുക്നായിരുന്നുവെങ്കിൽ എന്തു വേണം? നിന്നാലും ഈ ഇരുത്തത്തിലേക്ക് മടങ്ങണം. ഇനി ആരും ഉണർത്തിയില്ല, ഓർമ്മയിൽ വന്നതുമില്ല,
റുക്കിന് നിർവഹിക്കാതെ തുടർന്നു പോയി എങ്കിൽ ഈ റുക്കിന് നഷ്ടപ്പെട്ട റക്കായത്തിനെ ഒഴിവാക്കിയിട്ട് ഒരു റക്കായത്ത് നിസ്കരിക്കണം. അപ്പോൾ അതാണ് റുക്കിനിൻ്റെ പ്രത്യേകത. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഒന്നാമത്തെ തശഹുദിൽ അബ്ദുല്ലാഹി ഇബ്നു ബുജൈന റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രണ്ടാമത്തെ റക്കായത്തിൽ ഇരിക്കേണ്ടിയിരുന്നു, പക്ഷേ എഴുന്നേറ്റു. കാമ ഫി സലാത്തി ദുഹരി വഅലൈഹി ജുലൂസ്. അങ്ങനെ ഫലമ്മ അത്തമ്മ സലാത്തഹു, റസൂൽ തന്നെ നമസ്കാരം പൂർത്തീകരിച്ചപ്പോൾ സജദതൈനി, 2 സുജൂദ് നിർവഹിക്കുകയുണ്ടായി. യുകബ്ബിറു ഫി കുല്ലി സജ്ദത്തിൻ, ഓരോ സുജൂദ് നിർവഹിക്കുമ്പോഴും റസൂൽ തക്ബീർ ചൊല്ലി വഹുവ ജാലിസുൻ ഖബ്ല അൻ യുസല്ലിം, സലാം പൊട്ടുന്നതിന് മുമ്പായിട്ട് റസൂൽ ഇരുന്നു കൊണ്ട് സുജൂദ് ചെയ്തു. വസജദഹു മന്നാസു മഅഹു മകാന മാ നസിയ മിനൽ ജുലൂസ്, നബിയോടൊപ്പം ജനങ്ങളും സുജൂദ് ചെയ്തു. എന്തിനാണ് ഈ 2 സുജൂദ് ചെയ്തത്? മകാന മാ നസിയ മിനൽ ജുലൂസ്, റസൂൽ ഇരിക്കാൻ മറന്നല്ലോ, ആ ഇരിക്കാൻ മറന്നതിൻ്റെ സ്ഥാനത്താണ് 2 സുജൂദ് നിർവഹിക്കുകയുണ്ടായത് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിസ്കാരത്തിൻ്റെ വാജിബുകളിൽപ്പെട്ടതാണ് അത്തശഹൂദുൽ അവ്വൽ, ഒന്നാമത്തെ തശഹൂദ്, പിന്നെ വൽ ജുലൂസ് ലഹു, ആ തശഹൂദിന് വേണ്ടിയിട്ടുള്ള ഇരുത്തവും. ഗ്രന്ഥകാരൻ അടുത്ത വാജിബായി എണ്ണുന്നത് വസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലുക, അത് തശഹൂദിന് ശേഷം അത് നമസ്കാരത്തിൻ്റെ വാജിബാണ് എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത്. നമുക്കറിയാം 2 തശഹൂദുണ്ട്, തശഹൂദുൽ അവ്വൽ ഒന്നാമത്തെ തശഹൂദും പിന്നെ തശഹൂദുൽ അഖീർ അവസാനത്തെ തശഹൂദും. ഈ അവസാനത്തെ തശഹൂദിൽ സ്വലാത്ത് ചൊല്ലുന്നത് നമസ്കാരത്തിൻ്റെ വാജിബാണ്. ആ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. അബൂ മസ്ഊദിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ അവസാനത്തെ തശഹൂദിൽ സ്വലാത്ത് ചൊല്ലണം, ആ സ്വലാത്തിൻ്റെ രീതി ഒക്കെ ഉണർത്തുന്ന ഹദീസാണത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു വ്യക്തി നമസ്കരിക്കുന്നത് കണ്ടു. അങ്ങനെ ആ വ്യക്തി അള്ളാഹുവിന് തംജീദ് തഅളീം നിർവഹിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ നമസ്കാരം അവസാനിപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ വിളിച്ച് അള്ളാഹുവിനുള്ള തഹ്മീദും സനാവും വേണം, എന്നിട്ട് സുമ്മ യുസല്ലി, എന്നിട്ട് അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം എന്ന് പഠിപ്പിച്ചു. പിന്നീട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അല്ലാമത്ത് ഷൗക്കാനി പറഞ്ഞത് ലം യസ്ബുത് ഇൻദി മാ യദുല്ലുൽ ഖായിലീന ബിൽ വുജൂബ് ഗൈറ ഹാദൽ ഹദീസ്, തശഹൂദിൽ സ്വലാത്ത് നിർബന്ധമാണെന്ന് പറയുന്നവർക്ക് ഉള്ള തെളിവുകൾ ഈ ഹദീസ് മാത്രമാണ് എൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ടത് എന്നാണ്. ഏതായാലും അവസാനത്തെ തശഹൂദിൽ സ്വലാത്ത് അത് വാജിബാണ് എന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതും അഭിപ്രായ വ്യത്യാസമുള്ളൊരു മസ്അലയാണ്. പക്ഷേ സ്വലാത്ത് അവസാനത്തെ റക്അത്തിലെ തശഹൂദിൽ വാജിബാണെന്നതാണ് ബലപ്പെട്ട അഭിപ്രായം. എന്നാൽ ഒന്നാമത്തെ തശഹൂദിൽ 2 തശഹൂദുള്ള നമസ്കാരങ്ങളിൽ ആദ്യത്തെ തശഹൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അത് ഉണ്ടോ, അല്ലെങ്കിൽ പ്രത്യേകം സുന്നത്തുണ്ടോ? ഒന്നാമത്തെ ജുലൂസിൽ തശഹൂദിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വന്നിട്ടില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നതുവരെയാണ് അവിടെ തശഹുദുള്ളത്. അതിനുശേഷം സ്വലാത്തില്ല എന്നാണ്
പല പണ്ഡിതന്മാരും ഉണർത്തിയിട്ടുള്ളത്. എന്നാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഷാഫി മദ്ഹബിലെ ഫുഖഹാക്കൾ ചിലരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഒന്നാമത്തെ തശഹൂദിൽ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അത് സുന്നത്താണ്, സ്വലാത്തുണ്ട് എന്നുള്ള അഭിപ്രായക്കാരാണ്, വീക്ഷണക്കാരാണ്. 2 തശഹുദുള്ള നമസ്കാരങ്ങളിൽ ആദ്യത്തെ തശഹുദ് നിർവഹിച്ച് അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കുക എന്നുള്ളത് മശ്റൂഅത്തായ അമലാണ് എന്ന അഭിപ്രായം. അതിനെ ബലപ്പെടുത്തുന്ന ചില തെളിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ തശഹൂദിലല്ലാതെ തന്നെ അതിനു മുമ്പുള്ള തശഹൂദിന് ശേഷവും സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്നറിയിക്കുന്ന ചില തെളിവുകൾ പ്രാമാണികരായ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 തശഹൂദുള്ള നമസ്കാരത്തിൽ ഒന്നാമത്തെ തശഹൂദിന് ശേഷം സ്വലാത്ത് നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് തെറ്റല്ല. 2 തശഹൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചപ്പോൾ ആദ്യത്തെ തശഹൂദിന് ശേഷവും അവസാനത്തെ തശഹൂദിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്നറിയിക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്ത ഹദീസാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 റക്അത്ത് രാത്രി നമസ്കരിച്ചപ്പോൾ ആ നമസ്കാരത്തെക്കുറിച്ച് പറയുകയാണ്, സുമ്മ യുസല്ലി 9 റക്അത്ത്, റസൂലുള്ളാഹി 9 റക്അത്ത് നമസ്കരിക്കും. ലാ യജ്ലിസു ഫീഹിന്ന ഇല്ലാ ഇൻദ സാമിന, ആ 9 റക്അത്ത് നമസ്കരിക്കുമ്പോൾ 8ാമത്തേതിൽ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുക. എന്ന് പറഞ്ഞാൽ 8 റക്അത്തും തുടർച്ചയായി ഇടയിലിരിക്കാതെ ഒന്നിച്ച് നിസ്കരിക്കും. 8ാമത്തെ റക്അത്തിൽ ഇരിക്കും. ഫയദുഉ റബ്ബഹു, ആ ഇരുത്തത്തിൽ റബ്ബിനോട് ദുആ ചെയ്യും. വയുസല്ലി അലാ നബിയിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്തും ചൊല്ലും. സുമ്മ യൻഹദു വലാ യുസല്ലിം, പിന്നെ ആ ഇരുത്തത്തിൽ നിന്ന് എഴുന്നേൽക്കും സലാം വിട്ടാതെ. സുമ്മ യുസല്ലി താസിയ, പിന്നീട് 9ാമത്തെ റക്അത്ത് നമസ്കരിക്കും. ഫയഖൂദു, എന്നിട്ട് ഇരിക്കും. സുമ്മ യഹ്മദു റബ്ബഹു, റബ്ബിനുള്ള തഹ്മീദ് നിർവഹിക്കും, തശഹുദ്. വയുസല്ലി അലാ നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് നിർവഹിക്കും. വയദുഉ, ദുആ ചെയ്യും. സുമ്മ യുസല്ലിമു തസ്ലീമൻ യുസ്മിഉന, പിന്നെ ഞങ്ങളെ കേൾപ്പിക്കും വിധമുള്ള സലാം വീട്ടുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, 2 തശഹൂദ് ഉണ്ട്. ആ 2 തശഹൂദിൽ ആദ്യത്തേതിലും സലാത്ത് ചൊല്ലി അവസാനത്തേതിലും തശഹൂദ് ചൊല്ലി എന്നുള്ളതാണ്. ഏതായാലും അവസാനത്തെ തശഹൂദിന് ശേഷം സലാത്ത് നിർവഹിക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ വാജിബായിട്ടാണ് പിന്നെ ഇവിടെ ഗ്രന്ഥകാരൻ ഉണർത്തുന്നത്. നമുക്ക് അടുത്ത വാജിബ് അദ്ദേഹം ഉണർത്തുന്നത് ഇനി വായിക്കാം ഇൻഷാ അല്ലാഹ്. ഗ്രന്ഥകാരൻ 8ാമത്തെ വാജിബായി എണ്ണുന്നത് വത്തസ്ലീമത്തു അസാനിയ, 2ാമത്തെ സലാം വീട്ടൽ എന്നാണ്. 2ാമത് സലാം വീട്ടുന്നത് നമ്മൾ പറഞ്ഞു. 1ാമത്തെ സലാം വീട്ടൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയൽ റുക്നാണ് എന്ന്. അതിൽ 2ാമത്തേത് അത് വാജിബായിട്ടാണ് ഗ്രന്ഥകാരൻ എണ്ണിയിട്ടുള്ളത്. ഫുഖഹാക്കളിൽ ചിലർ 2 സലാം വീട്ടലും റുക്നായി എണ്ണിയിട്ടുണ്ട്. ചിലർ 1ാമത്തേത് വാജിബും 1ാമത്തേത് റുക്നും 2ാമത്തേത് വാജിബുമായി എണ്ണിയിട്ടുണ്ട്. ഗ്രന്ഥകാരൻ ആ വീക്ഷണക്കാരനാണ്. ചിലർ 2ാമത്തെ സലാം വീട്ടൽ അത് മുസ്തഹബാണ് എന്ന് പറഞ്ഞാൽ അത് പ്രതിഫലാർഹമാണ്. പിന്നെ ഒരാൾ 2ാമത്തെ സലാം വീട്ടിയിട്ടില്ല എങ്കിൽ ആളുടെ നമസ്കാരം ശരിയാകും എന്ന അർത്ഥത്തിൽ. 2ാമത് സലാം വീട്ടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയിൽ തെളിഞ്ഞതാണ്. അതിൻ്റെ ഹുക്മേത് എന്ന് പറയുന്നതിലാണ് ഫുഖഹാക്കൾ വാജിബാണെന്നും റുക്നാണെന്നും മുസ്തഹബാണെന്നും ഒക്കെ വീക്ഷണം പറഞ്ഞിട്ടുള്ളത്. തിരുനബിയുടെ സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 സലാം വീട്ടിയത്
വന്നിട്ടുണ്ട്. കുൻതു അറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലിമു അൻ യമീനിഹി വഅൻ യസാരിഹി ഹത്ത അറാ ബയാദ ഖദ്ദിഹി. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ സഅദ് പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിരുന്നു. യുസല്ലിമു അൻ യമീനിഹി, തൻ്റെ വലതു ഭാഗത്തേക്ക് സലാം പറയുന്നതും വഅൻ യസാരിഹി, ഇടത് ഭാഗത്തേക്ക് സലാം പറയുന്നതും. ഹത്ത അറാ ബയാദ ഖദ്ദിഹി, എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിൾത്തടത്തിലെ വെളുപ്പ് കാണുമാറ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല ചെരിച്ചായിരുന്നു സലാം വീട്ടിയിരുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ സലാം, രണ്ടാമത്തെ സലാം അത് നിസ്കാരത്തിൻ്റെ വാജിബ് എന്നാണ് ഗ്രന്ഥകാരൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ വീക്ഷണമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ തുടക്കത്തിൽ പറഞ്ഞു നിസ്കാരത്തിൻ്റെ വാജിബുകളെക്കുറിച്ച് ഗ്രന്ഥകാരൻ തിസ്അത്തുൻ, അത് 9 എന്ന്. പക്ഷേ ഇവിടെ 8 പരാമൃഷ്ടമായിട്ടുള്ളത്. അതിൽ ഒന്ന് വിട്ടുപോയത് ഫുറൂഉൽ ഫിഖ്ഹിനെ സ്ഥിരീകരിച്ച തഹ്ഖീഖ് നടത്തിയ പണ്ഡിതന്മാർ പറഞ്ഞത്, 2 സുജൂദുകൾക്കിടയിൽ അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ തേടലാണ്. സുആലുൽ മഗ്ഫിറ ബൈന സജ്ദതൈനി, 2 സുജൂദുകൾക്കിടയിൽ അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ തേടലാണ്. റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി എന്ന് ദുആ ചെയ്യലാണ്. അതാണ് വിട്ടുപോയത്. അതാണ് 9ാമത്തെ റുക്ൻ, 9ാമത്തെ വാജിബ്. 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞ റുക്നാണ്. എന്നാൽ ആ സുജൂദുകൾക്കിടയിൽ 2 സുജൂദുകൾക്കിടയിൽ ഇരുന്നാൽ ആ ഇരുത്തത്തിൽ റബ്ബി ഗഫിർലി എന്ന് പറയൽ, അള്ളാഹുവിനോട് മഗ്ഫിറത്തിന് തേടൽ, പാപമോചനത്തിന് തേടൽ, അതെന്താണ്? അതാണ് നമ്മുടെ വിഷയം. അതാണ് വാജിബ് എന്നുള്ളത്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ തല ഉയർത്തിയാൽ പറയുമായിരുന്നു എന്ത്? റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി എന്ന്. അപ്പോൾ മഗ്ഫിറത്തിന് വേണ്ടി തേടുക എന്നുള്ളത് വാജിബാണ് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ. അതാണ് 9ാമത്തേതായി വാജിബുകളിൽ പറയപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഗ്രന്ഥകാരൻ അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി നമസ്കാരത്തിൻ്റെ വാജിബുകൾ 9 തൻ്റെ ഫുറൂഉൽ ഫിഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉണർത്തിയതാണ് ഇന്ന് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് നമസ്കാരത്തിൽ മുസ്തഹബായ കാര്യങ്ങൾ, പിന്നെ നമസ്കാരത്തിൽ പാടില്ലാത്ത കാര്യങ്ങൾ, പാടുള്ളത് വെറുക്കപ്പെട്ടത് തുടങ്ങിയ വിഷയങ്ങളാണ്. നമുക്കടുത്ത ക്ലാസ്സിൽ അത് മുസ്തഹബുകൾ പിന്നെ മറ്റു വിഷയങ്ങൾ തുടർന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ നമുക്ക് എല്ലാവർക്കും ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.